ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കഥ ആരംഭിക്കുന്നത് 1973 പെറുവിലെ ഒരു കാടാണ് സ്ഥലം. അവിടെ ഒരു കൂട്ടം ആളുകൾ റിസർച്ചിന് വന്നിട്ടുണ്ട്. ചിലന്തികളെ കുറിച്ചിട്ടുള്ള ഗവേഷണമാണ് അവർ നടത്തുന്നത്. അതിലൊരു മെയിൻ ലേഡിയാണ് കോൺസ്റ്റൻസ് വെബ്. ഇവളിപ്പോ പൂർണ്ണ ഗർഭിണിയാണ്. ഒരു പ്രത്യേക തരം ചിലന്തിയാണ് അവളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ കാലമായിട്ട് അവൾ ആ ചിലന്തിയെ കുറിച്ചിട്ട് തന്നെയുള്ള അന്വേഷണത്തിലായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും ആ ചിലന്തി അവൾ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ അവൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസീക്കൽ എന്ന് പറയുന്ന ഒരാളങ്ങോട്ട് വരുന്നത്. ഈ കോൺസ്റ്റൻസിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ഈ ഇസീക്കലിന്റെ ജോലി. നീ കുറെ കാലമായില്ല ഇതിന്റെ പുറകെ നടക്കുന്നത്, എന്താണ് ഈ ചിലന്തിക്ക് ഇത്ര പ്രത്യേകത എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ ഈ ചിലന്തിയെ ഇതുവരെ ആരും ജീവനോടെ പിടിച്ചിട്ടില്ല, എന്നാൽ ചത്ത ചിലന്തികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ പരിശോധന നടത്തി കഴിഞ്ഞപ്പോ ആ ചിലന്തിയുടെ വെനത്തിന് അതിന്റെ സെല്ലുകളെ സൂപ്പർ ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ ചിലന്തിയുടെ വെനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് സൂപ്പർ സ്ട്രെങ്ത് കിട്ടുമെന്നാണോ? ലാസ് അരാന്യാസിനെ പോലെ അയാൾ ചോദിക്കുന്നു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ ലാസ് അരാന്യാസ് എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥയാണ്. അങ്ങനെയുള്ള മനുഷ്യരെ ഒന്നും ഈ ചിലന്തിയുടെ വെനം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഈ ചിലന്തിയുടെ വെനത്തിന് നമ്മൾ മനുഷ്യർക്കുണ്ടാവുന്ന ഒരുപാട് അസുഖങ്ങളെ ക്യൂർ ചെയ്യിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇനി ഈ ലാസ് അരാന്യാസ് എന്താണെന്ന് പറയാം. നേരത്തെ പറഞ്ഞ ചിലന്തികൾ കടിച്ചത് കാരണം സൂപ്പർ പവർ കിട്ടിയ മനുഷ്യരെയാണ് ഈ ലാസ് അരാന്യാസ് എന്ന് പറയുന്നത്. അവർക്ക് സൂപ്പർ സ്പീഡിൽ മരത്തിന്റെ മുകളിലൂടെ ഓടാനും ചാടാനും ഒക്കെ സാധിക്കും. അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ദുഷ്ടശക്തികളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാസ് അരാന്യാസ് എന്ന് പറയുന്ന മനുഷ്യർ അവരുടെ ദേഹത്തൊന്ന് പിടിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ലാസ് അരാന്യാസിന്റെ ദേഹത്തു നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള വിഷം മറ്റേ മനുഷ്യന്റെ ദേഹത്തേക്കാവും. അങ്ങനെ അയാൾ മരിക്കുകയും ചെയ്യും. അങ്ങനെ ചീത്ത ആളുകളെ ശിക്ഷിക്കലാണ് ഈ ലാസ് അരാന്യാസിന്റെ പണി. ഇതെല്ലാം കേട്ടുകേൾവി മാത്രമാണ്, പക്ഷെ ആരും അവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഇസിക്കൽ നേരെ പോകുന്നത് കോൺസ്റ്റൻസ് താമസിക്കുന്ന ടെന്റിലേക്കാണ്. അവളുടെ കുറെ റിസർച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ആ ടെന്റിനകത്തുണ്ട്. അയാൾ അതൊക്കെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് കോൺസ്റ്റൻസ് അങ്ങോട്ട് ഓടി വരുന്നത്. അവൾക്ക് ആ ചിലന്തിയെ കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു കുപ്പിയിലാക്കിയിട്ടാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾ ഇപ്പോൾ അതെല്ലാം ബാക്കിയുള്ള ആളുകളെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോൾ ഇസിക്കലിന്റെ സ്വഭാവം മൊത്തത്തിൽ മാറാണ്. അയാൾ പെട്ടെന്ന് തന്നെ അയാളുടെ തോക്കെടുത്തിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. അതൊക്കെ കണ്ട് കോൺസ്റ്റൻസ് ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത്. ഒന്നും കാണിക്കാനില്ല കോൺസ്റ്റൻസ്, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഈ ചിലന്തി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ എനിക്കതിനെ കിട്ടിയില്ല. എന്നാൽ നിനക്കാണ് അതിനെ കിട്ടിയിരിക്കുന്നത്. എങ്കിലും അത് എന്റേതാണ്. മര്യാദയ്ക്ക് അതെനിക്ക് തരുന്നതാണ് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ കോൺസ്റ്റൻസ് അത് കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. അത് കാണുന്ന അയാളാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങാനുള്ള ശ്രമത്തിലാണ്. പെട്ടെന്നാണ് അയാളുടെ കയ്യിലെ തോക്കിൽ നിന്നും വെടിപൊട്ടുന്നത്. അതോടൊപ്പം തന്നെ അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയത്താണ് മരത്തിന്റെ മുകളിൽ നിന്നും വലിയ രീതിയിലുള്ള അനക്കങ്ങൾ കേൾക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഇസീക്കലാണെങ്കിൽ ആ ചിലന്തിയും കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ആ മരത്തിന്റെ മുകളിൽ നിന്ന് വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലാസ് അരാന്യാസ് എന്നു പേരുള്ള മനുഷ്യരാണ്. അവർ വളരെ വേഗത്തിൽ അങ്ങോട്ട് വന്നിട്ട് കോൺസ്റ്റൻസിനെ എടുത്തിട്ട് സൂപ്പർ സ്പീഡിൽ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവർ നേരെ പോകുന്നത് അവരുടെ ഒരു സീക്രട്ട് പ്ലേസിലേക്കാണ്. അവിടെ ഇഷ്ടം പോലെ നേരത്തെ കണ്ട ആ ചിലന്തികളുണ്ട്. അതിനകത്തുള്ളൊരു വെള്ളക്കെട്ടിലേക്കാണ് അവർ അവളെയും കൊണ്ടുപോകുന്നത്. അതിനുശേഷം അവളെ അവിടെ കിടത്തിയിട്ട് ഒരു ചിലന്തിയെ വെച്ച് അവളുടെ ശരീരത്തിൽ കടിപ്പിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവളുടെ വയറ്റിൽ നിന്നും അവളുടെ കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെ കയ്യിലെടുത്തതിന് ശേഷം ഈ ലാസ് അരാന്യാസിന്റെ ലീഡർ സംസാരിക്കാൻ തുടങ്ങി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവള് നല്ല സ്ട്രോങ് ആണ്. ഇവൾ വളർന്നു വലുതാവുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവള് തേടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം അവൾ ഈ കാട്ടിൽ തന്നെ എത്തും. ആ സമയത്ത് ഇവൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ഞാൻ കൊടുത്തോളാം എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും കോൺസ്റ്റൻസ് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 30 വർഷങ്ങൾ കഴിഞ്ഞു. കോൺസ്റ്റൻസിന്റെ മകൾ ഇപ്പോ ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ പേര് കസാൻഡ്ര വെബ് എന്നാണ്. കാസി എന്നാണ് അവളെ എല്ലാവരും വിളിക്കുന്നത്. ഇന്നത്തെ ദിവസം ഒരു സ്ത്രീയെയും കൊണ്ട് വളരെ വേഗത്തിൽ അവൾ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ബെൻ എന്നാണ് അയാളുടെ പേര്. അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെണ്ണ് അവളുടെ ആംബുലൻസിന്റെ മുന്നിൽ പെടുന്നത്. അവൾ മുന്നിൽ പെട്ടതുകൊണ്ട് തന്നെ കാസിക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് മാറ്റി എന്നാണ്. ശരിക്കും ഒരു അഹങ്കാരമുള്ള ഒരു പ്രകൃതമാണ് അവൾക്ക്. ഒരു സോറി പോലും പറയാതെയാണ് അവൾ അവിടെ നിന്ന് കടന്നു പോകുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കാസി ആ ലേഡിയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി. കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് തന്നെ അവർക്ക് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്ന അവൾ കാണുന്നത്. ഇവളുടെ പേര് ജൂലിയ എന്നാണ്. കാസി ഇപ്പോൾ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അവരുടെ വളർത്തുമകളാണ് അവൾ. വളരെ വിഷമിച്ചാണ് അവൾ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാസി അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാസി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൾ അവളുടെ ഫ്ളാറ്റിലേക്ക് കയറി
കേറുന്ന വഴിക്ക് താഴത്തെ ഫ്ളാറ്റിൽ ഒരു പെൺകുട്ടിയും വേറൊരാളും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പെൺകുട്ടിയുടെ പേര് ആന്യ എന്നാണ്. അവളുടെ അച്ഛൻ അയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷിനെ കുറിച്ചിട്ടൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ അവളുടെ കയ്യിൽ ആ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം കൂടെ തരണം എന്നൊക്കെയാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കാസി മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ കാസി അവളുടെ ഫ്ളാറ്റിലെത്തി. അവളുടെ അമ്മ മരിച്ചിട്ട് 30 വർഷമായെങ്കിലും ഇപ്പോഴും അമ്മയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ തന്നെയാണ് അവൾക്ക്. ഒരു തരത്തിൽ പറഞ്ഞ ചെറിയൊരു ദേഷ്യം കൂടെ അവൾക്ക് അവളുടെ അമ്മയോടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴാണല്ലോ ആ കാട്ടിലേക്ക് പോയിരിക്കുന്നത്. തന്നോട് അത്രയ്ക്കും ദേഷ്യമുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു സമയത്ത് അവർ കാട്ടിലേക്ക് പോയത് എന്നൊക്കെയാണ് കാസി ചിന്തിക്കുന്നത്. എങ്കിലും അവളുടെ അമ്മയോട് അവൾക്ക് ശരിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. അവർ കാട്ടിലേക്ക് പോയതിനെ കുറിച്ചിട്ടും അവിടെ വെച്ചിട്ടാണ് അവർ മരിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാസിക്ക് അറിയാം. മാത്രമല്ല അവരന്ന് നടത്തിയ ആ റിസർച്ചിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അവളുടെ കയ്യിലുണ്ട്. അമ്മയെ കുറിച്ചിട്ടുള്ള അവസാനത്തെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾ അതൊക്കെ എടുത്ത് നോക്കാറുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി ഒരു ആക്സിഡന്റിന്റെ വിവരം കിട്ടിയതിനെ തുടർന്നിട്ട് കാസിയും ബെന്നും കൂടെ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ ഒരു കാർ ഇടിച്ച് പാലത്തിൽ നിന്ന് താഴേക്ക് വീഴാനുള്ള രീതിയിൽ നിൽക്കുകയാണ്. കാസി ആണെങ്കിൽ വേഗം തന്നെ ആ കാറിന്റെ അകത്തേക്ക് കയറിയിട്ട് അതിനകത്തുള്ള ആളെ പുറത്തേക്ക് ഇറക്കുന്നു. അയാളെ പുറത്തേക്ക് ഇറക്കിയ ഉടനെ തന്നെ ആ കാർ കാസിയും കൊണ്ട് നേരെ വെള്ളത്തിലേക്ക് വീഴാണ്. വെള്ളത്തിന്റെ അടിയിൽ എത്തിക്കഴിയുമ്പോഴാണ് വളരെ വിയേർഡായിട്ടുള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടാവുന്നത്. പെട്ടെന്ന് ആ കാറ് മൊത്തത്തിൽ അലിഞ്ഞു പോകുന്നു. അതിനുശേഷം അവൾ കാണുന്നത് കുറെ വെബ് അവളെ ചുറ്റിയിരിക്കുന്നതാണ്. ഈ വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലന്തി വലകൾ പോലെയാണെങ്കിലും ലൈറ്റിന്റെ രീതിയിലാണ് അത് ഇരിക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. പെട്ടെന്നാണ് ഒരുപാട് അശരീരികൾ അവൾക്ക് കേൾക്കുന്നത്. ഒരേ സമയം നിനക്ക് പല ഭാഗങ്ങളിൽ എത്താൻ സാധിക്കും, നിന്നെ കൊണ്ട് മാത്രമേ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ അശരീരിയിൽ കേൾക്കുന്നത്. പക്ഷെ അതെന്താണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അവൾ അവിടെ നിന്ന് തെറിച്ച് പുറത്തേക്ക് വരുന്നത്. ഈ സമയം ബെന്നോ അവിടെ ഇരിക്കുന്നുണ്ട്. 3 മിനിറ്റോളമായിട്ട് നീ വെള്ളത്തിന്റെ അടിയിലായിരുന്നു, വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്നെ രക്ഷിച്ചത്, നീ ശരിക്കും മരിച്ചു പോകേണ്ടതായിരുന്നു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ ആ പറയുന്നൊക്കെ കേട്ട് കാസി ആണെങ്കിൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ബെൻ വേഗം തന്നെ അവളുടെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ സാധനങ്ങൾ മൊത്തം അഴിച്ചു മാറ്റാണ്. പെട്ടെന്നാണ് വീണ്ടും ഒരു അനുഭവമൊക്കെ ഉണ്ടാവുന്നത്. അതായത് അയാളിപ്പോ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തല്ലോ, ആ കാര്യം അയാൾ പിന്നെയും ആവർത്തിക്കുകയാണ്. നീ എന്തിനാണ് ഇത് പിന്നെയും നോക്കുന്നത്, ഒരു തവണ നോക്കിയതല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ ബിപിയും പൾസും എത്രയാണെന്ന് ബെന്നിന് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ അത് പറഞ്ഞതിന് ശേഷമാണ് അയാൾ അതൊക്കെ ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്യുമ്പോൾ അവൾ പറഞ്ഞത് കറക്റ്റ് ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഇതെങ്ങനെയാണ് നീ നോക്കാതെ പറഞ്ഞത്, നിനക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് പറ്റിയത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഇനി കാണിക്കുന്നത് ഇസീക്കലിനെയാണ്. അയാളിപ്പോ ഒരു പെണ്ണിനെയും വളച്ചെടുത്തിട്ട് അയാളുടെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അയാളുടെ ആ ഫ്ളാറ്റിനകത്ത് ഇപ്പോഴും ആ ചിലന്തിയുണ്ട്. അതിനെ അവിടുത്തെ ഒരു കൂട്ടിലിട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് ഇസീക്കൽ ഒരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിൽ 3 പെൺകുട്ടികളാണ് അയാളുടെ മുന്നിൽ വരുന്നത്. അതിനുശേഷം അയാളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 3 പെൺകുട്ടികളും സൂപ്പർ ഹീറോസ് ആണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടികൾ അയാളെ കൊല്ലുന്നതായിട്ടാണ് അയാൾ സ്വപ്നം കാണുന്നത്. അത് കണ്ട് അയാൾ ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഈ സമയം എന്താണ് പ്രശ്നം എന്ന് ആ പെണ്ണ് അയാളോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അയാൾ ആ സ്വപ്നത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഇന്ന് മാത്രമല്ല പല തവണയായിട്ട് ഞാൻ ഈ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടികൾ ആരാണ് എന്ന കാര്യം മാത്രം എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ സിറ്റി മൊത്തം തെരഞ്ഞിട്ടും ആ 3 പെൺകുട്ടികളെ മാത്രം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ആ 3 പെൺകുട്ടികളുടെ രൂപം ശരിക്കും എന്നെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ കയ്യിൽ നമ്മുടെ മനസ്സിലുള്ള ഒരാളെ കണ്ടെത്താനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഡിവൈസ് എങ്ങനെയെങ്കിലും ഞാൻ മോഷ്ടിക്കാൻ പോവാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറഞ്ഞു തീരുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് അബദ്ധം മനസ്സിലാവുന്നത്. അവളും ഈ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അവളെ ട്രാപ്പ് ചെയ്യാനാണ് അയാൾ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അവളുടെ തോക്കെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയം ഇസീക്കൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ ശരീരത്തിൽ നിന്നും ആ വിഷം അവളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ചിലന്തിയെ കൊണ്ട് കടുപ്പിച്ചിട്ട് അയാൾ ഇപ്പോൾ ആ ലാസ് അരാന്യാസ് എന്ന മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് ഇപ്പോൾ ആ വിഷം സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ആ വിഷം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അവളോട് സംസാരിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് നിന്റെ പാസ്വേഡ് എനിക്ക് തരുന്നതാണ് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ വിഷം മൊത്തം സ്പ്രെഡ് ആയിട്ട് നീ മരിച്ചു പോവും എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ ആ പാസ്വേഡ് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും അയാൾ അവളെ വെറുതെ വിടുന്നില്ല. ആ വിഷം മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് അയാൾ അവളെ കൊന്നുകളയാണ്.
അങ്ങനെ പിറ്റേ ദിവസമായി കാസി ഇപ്പോ ബെന്നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അയാളുടെ ഒരു സിസ്റ്റർ ഉണ്ട്, അവളുടെ പേര് മേരി എന്നാണ്. അവളുടെ ഡെലിവറി ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാർട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കൊരു കോള് വരുന്നത്. സിറ്റിയിലെ തന്നെ പടക്കങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ തീ പിടിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാനാണ് അവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നിട്ട് എല്ലാവരും ആ അപകടം നടന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ എത്തിയതിനു ശേഷം കാസി ആണെങ്കിൽ അവിടെ താഴെ വീണ് കിടക്കുന്ന ഒരാൾക്ക് CPR കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബെന്നാണെങ്കിൽ വേറെ കുറച്ച് ആളുകളും ചേർന്നിട്ട് ഒരാളെ സ്ട്രെച്ചറിൽ കടത്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്താണ് അവരുടെ ഒരു കൊളീഗായ നീൽ അങ്ങോട്ട് വരുന്നത്. അയാൾ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി അവിടുത്തെ ആളുകളൊക്കെ രക്ഷിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് കാസിക്ക് ഒരു അനുഭവം ഉണ്ടാവുന്നത്. അതായത് അവളിപ്പോ CPR കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ മാറി ഇപ്പോൾ അവിടെ കിടക്കുന്നത് ആ നീൽ എന്ന് പറയുന്ന ആളാണ്. മാത്രമല്ല അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡും വരുന്നുണ്ട്. കാസിയുടെ കയ്യിലും മൊത്തം ബ്ലഡാണ്. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുള്ള ബ്ലഡൊക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ സമയം അവൾ ഇപ്പൊ കണ്ട കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് ബെന്നാണെങ്കിൽ കുറച്ച് ആളുകളെയും കൂട്ടി ഒരാളെ സ്ട്രെച്ചറിൽ കടത്തി അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നീൽ അങ്ങോട്ട് വരുന്നു. അയാൾ വേറൊരാളുടെ അടുത്ത് ചെന്നിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കാസിക്ക് വീണ്ടും ഒരു വിഷൻ കൂടെ വരികയാണ്. അതായത് നീല് സഞ്ചരിക്കുന്ന വണ്ടി ഒരു ട്രക്ക് വന്ന് ഇടിക്കുകയാണ്. ഇതാണ് അവൾ ആ വിഷനിൽ കാണുന്നത്. ഈ കാഴ്ചകളൊക്കെ പണിയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നീൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ കാസി വേഗം അയാളുടെ അടുത്തേക്ക് ചെല്ലാണ്. അതിനുശേഷം എനിക്ക് എന്തോ ഒരു ചെറിയ പന്തികേട് തോന്നുന്നു, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാം, ഞാൻ വണ്ടി ഓടിച്ചോളാം എന്നൊക്കെയാണ് അവള് പറയുന്നത്. പക്ഷെ നീൽ അതിന് സമ്മതിക്കുന്നില്ല. നീ ഇവിടെ തന്നെ വേണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിയാൽ മതി, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് അയാൾ ആ വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് പോവാണ്. അയാൾ അവിടെ നിന്ന് പോയ ഉടനെ തന്നെ പെട്ടെന്നൊരു ട്രക്ക് വന്നിട്ട് അയാളുടെ വണ്ടിയിൽ ഇടിക്കുകയും ചെയ്യുന്നു. കാസി ചെന്ന് നോക്കുമ്പോൾ അയാൾ അവിടെ മരിച്ചു കിടക്കുകയാണ്. അയാൾക്ക് CPR കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കയ്യിൽ ശരിക്കും ബ്ലഡ് ആവുന്നുണ്ട്. അപ്പോൾ താൻ കണ്ട കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഇസീക്കൽ ഇപ്പോ ആ NSAയുടെ കയ്യിൽ നിന്നും ആ ഡിവൈസ് ഒക്കെ അയാളുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് സിറ്റിയിലുള്ള ആരെ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അയാളുടെ അസിസ്റ്റന്റ് ആയ അമാരിയയുടെ അടുത്താണ് അയാൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അയാളുടെ മനസ്സിലുള്ള ആ 3 പെൺകുട്ടികളുടെ രൂപം ഉണ്ടല്ലോ, അതൊക്കെ അവൾ ആ കമ്പ്യൂട്ടറിലേക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഈ രൂപങ്ങൾ അവരുടെ ഭാവിയിലുള്ള രൂപമാണ്. എന്നാൽ ഇപ്പോൾ ഈ പെൺകുട്ടികൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവൾ എടുത്തിട്ടുണ്ട്. ഇവര് ടീനേജ് പിള്ളേരല്ലേ, ഇവര് നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നാണ് അമാരിയ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇപ്പോഴിവര് ടീനേജ് പിള്ളേരാണ്, പക്ഷെ ഫ്യൂച്ചറിൽ ഇവർക്ക് സൂപ്പർ പവർ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇവരെന്നെ അറ്റാക്ക് ചെയ്യുന്നതും കൊല്ലുന്നതും. അതുകൊണ്ട് തന്നെ അവർക്ക് സൂപ്പർ പവർ കിട്ടുന്നതിന് മുമ്പേ എനിക്ക് അവരെ കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ നീ കണ്ടെത്തി തരികയാണെങ്കിൽ നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ സമയം കാസി ആണെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ആ ഡോക്ടർ ആദ്യം ചെക്ക് ചെയ്യുന്നത്. പക്ഷെ അവളുടെ കണ്ണുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ആ ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ അവൾക്കുണ്ടാവുന്ന വിഷനെ കുറിച്ചിട്ടും അവൾ ഡോക്ടറോട് പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ നിന്റെ തോന്നലാണ്, നിനക്കിപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല, കുറച്ച് ദിവസം നീ റെസ്റ്റ് എടുത്തിട്ട് ജോലിക്ക് പോയാൽ മതി എന്നാണ് ഡോക്ടർ അവളോട് പറയുന്നത്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം കാസി ആണെങ്കിൽ അവിടെ TVയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം TV കണ്ടതിന് ശേഷം അതും ഓഫ് ചെയ്തിട്ട് അവൾ അവിടുത്തെ ഓവന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു പ്രാവ് വന്നിട്ട് അവളുടെ ജനലിനിട്ട് ഇടിക്കുന്നത്. അവൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ പ്രാവ് ചത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവൾ വേഗം തന്നെ ആ ജനല് പൊക്കുകയാണ്. പക്ഷെ അത് പൊക്കുന്നതോടൊപ്പം ആ പ്രാവ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അവൾ ആ ഗ്ലാസ് താത്തി നോക്കുമ്പോൾ അതിനാണെങ്കിൽ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് അവളുടെ TVയിൽ നേരത്തെ കണ്ട അതേ സീൻ വീണ്ടും വരുന്നത്. അങ്ങനെ അവൾ വീണ്ടും ആ ജനല് പൊക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ കണ്ട ആ പ്രാവ് അങ്ങോട്ട് പറന്നു വരികയും അത് നേരെ ആ ഫ്ലാറ്റിന്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. ഇവിടെ അവൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് ആ പ്രാവിന്റെ ഫ്യൂച്ചർ തന്നെ അവൾ മാറ്റുകയാണ്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം ആ പ്രാവ് അവിടെ നിന്ന് പുറത്തേക്ക് പറന്നു പോവാണ്. അതെല്ലാം കാണുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് അവൾ. അങ്ങനെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. വേറെ എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. ഈ സമയം നമ്മൾ നേരത്തെ കണ്ട ജൂലിയെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അമാരിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അവൾ നോക്കുമ്പോൾ ആ 3 പെൺകുട്ടികളും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവൾ ഉടനെ തന്നെ ആ കാര്യം ഇസീക്കലിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയം കാസി ആണെങ്കിൽ ഒരു ട്രെയിനിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിയുമ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു വിഷം വരുന്നത്. അതായത് ആ 3 പെൺകുട്ടികളും ആ വണ്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട്. ഈ സമയം ഇസീക്കൽ അങ്ങോട്ട് വന്നിട്ട് ആ പെൺകുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് അവൾ ആ വിഷനിൽ കാണുന്നത്. അതിങ്ങനെ 3 തവണയായിട്ട് അവളുടെ മുന്നിൽ വരുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ ആ 3 പെൺകുട്ടികളും അവളുടെ കുറച്ച് അപ്പുറത്തായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും മനസ്സിലാവാതെ അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഇസീക്കൽ അങ്ങോട്ട് നടന്നു വരുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവൾ കണ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി.
മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ ചെന്നിട്ട് ആ പെൺകുട്ടികളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെ അവൾ വേഗം തന്നെ ആ 3 പെൺകുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയമാകുമ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസീക്കൽ നോക്കുമ്പോൾ ആ 3 പെൺകുട്ടികളും കാസിയും പുറത്തു നിൽക്കുന്നതാണ് കാണുന്നത്. അയാൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. അത് കാണുമ്പോൾ കാസി വേഗം ആ 3 പെൺകുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അതിനിടയിൽ വീണ്ടും അവൾക്കൊരു വിഷം വരുന്നുണ്ട്. അതായത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസുകാർ വന്നിട്ട് അവളെ പിടിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. അത് നടക്കും എന്ന കാര്യം അവൾക്ക് അറിയാം. എന്നാൽ ഈ ഒരു അവസരത്തിൽ അവൾ അതിന് മൈൻഡ് ചെയ്യുന്നില്ല. ആ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അവൾ. എന്നാൽ ആ പെൺകുട്ടികളാണെങ്കിൽ തങ്ങളെ കിഡ്നാപ്പ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഉറക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു സ്പൈഡർമാനെ പോലെ ഒരാളങ്ങോട്ട് വരുന്നത്. അത് അവിടുത്തെ റൂഫിലൂടെ വളരെ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസീക്കൽ ആയിരുന്നു അത്. അതങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ കാസി ആ പെൺകുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങി. ആ വരുന്ന ആളെ നിങ്ങൾ കണ്ടില്ലേ? അയാൾ നിങ്ങളെ കൊല്ലാൻ പോവാണ്. അയാളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഉടനെ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവള് മുന്നോട്ട് ഓടുകയാണ്. ആ പെൺകുട്ടികളാണെങ്കിൽ മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് അവളുടെ പുറകെ പോകാൻ തുടങ്ങി. പക്ഷെ അവിടെ നിന്ന് പുറത്ത് കടക്കുന്നതിന് മുമ്പേ അവൾ നേരത്തെ കണ്ട പോലെ പോലീസുകാർ വന്നിട്ട് അവളെ പിടിക്കുകയാണ്. പക്ഷെ അവളുടെ കയ്യിൽ വിലങ്ങ് വെക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് ഇസീക്കൽ അങ്ങോട്ട് ചാടി വീണിട്ട് ആ പോലീസുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോരോ പോലീസുകാരെയും അയാൾ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ കാസി വേഗം ആ 3 പെൺകുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് കടക്കുന്നു. അവൾ നോക്കുമ്പോൾ അവിടെ ഒരു ടാക്സി കാർ കിടക്കുന്നതാണ് കാണുന്നത്. അവർ വേഗം തന്നെ ആ ടാക്സി കാറിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ആ വണ്ടി ഓടിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. ആ 3 പെൺകുട്ടികൾക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. മാത്രമല്ല അവർ 3 പേരും ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയത്താണ് ആ കാറിലെ റേഡിയോയിൽ ഒരു ന്യൂസ് വരുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിൽ പോലീസുകാർക്കെതിരെ ഉണ്ടായ അറ്റാക്കിനെ കുറിച്ചിട്ടാണ് ആ ന്യൂസിൽ പറയുന്നത്. എന്നാൽ അതിൽ പറയുന്നത് ആ സ്പൈഡർമാന്റെ കാര്യമൊന്നുമല്ല, മറിച്ച് 30 വയസ്സുള്ള ഒരു പെണ്ണാണ് ഇതിനെല്ലാം കാരണം. അവൾ 3 പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ തനിക്ക് പണിയാണ് എന്ന കാര്യം കാസിക്ക് മനസ്സിലായി. ഇനി സിറ്റിയിൽ അവൾക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. പോലീസുകാർ വന്ന് എന്തായാലും അവളെ പിടിക്കും. അതുകൊണ്ട് തന്നെ ആ 3 പെൺകുട്ടികളെയും കൂട്ടി അവൾ കാട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആ കാട്ടിലെത്തിയതിനു ശേഷം ആ പെൺകുട്ടികൾ ആദ്യം ചോദിക്കുന്നത് എന്തിനാണ് ആ മനുഷ്യൻ ഞങ്ങളെ കൊല്ലാൻ വരുന്നതെന്നാണ്. പക്ഷെ അതിനൊരു മറുപടി പറയാൻ കാസിക്ക് സാധിക്കുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നാണ് അവൾ പറയുന്നത്. ഈ സമയത്താണ് ആന്യയ്ക്കും ജൂലിയയ്ക്കും ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇതിനു മുമ്പ് അവർ കാസിയെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടാണല്ലോ, ജൂലി അവളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ആന്യയാണെങ്കിൽ അവളുടെ ഫ്ളാറ്റിൽ വെച്ചിട്ട് കാസിയെ കണ്ടിട്ടുണ്ട്. എന്നാൽ മാറ്റി മാത്രം അവളെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ മാറ്റിയും കാസിയെ കണ്ടിട്ടുണ്ട്. ഓർക്കുന്നില്ലേ ഈ സിനിമയുടെ തുടക്കത്തിൽ അവൾ ആംബുലൻസ് ഓടിച്ചിട്ട് വരുമ്പോൾ മാറ്റി അവളുടെ മുന്നിലേക്ക് ഒന്ന് ചാടിയത്? ഈ ഒരു അവസരത്തിൽ മാറ്റി അത് ഓർക്കുന്നില്ലെങ്കിലും കാസിയാണ് അവളത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ 3 പേരും കാസി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയാവുന്നതുകൊണ്ട് നീ ഞങ്ങളെ ട്രാപ്പ് ചെയ്തതല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങൾ കാസിക്ക് പറയാതെ നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ അവൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങി. അതായത് അവൾക്ക് ഫ്യൂച്ചർ കാണാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണ് ആ മനുഷ്യൻ നിങ്ങളെ കൊല്ലാനാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായത് എന്നൊക്കെയാണ് കാസി പറയുന്നത്. പക്ഷെ ഫ്യൂച്ചർ കാണാനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതെങ്ങനെ സാധിക്കും? അങ്ങനെയാണെങ്കിൽ ഇപ്പോ നീ ഞങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്, അതൊന്നും എന്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല എന്നാണ് കാസി ഇതിന് മറുപടി പറയുന്നത്. ഈ സമയം ആ കുട്ടികളാണെങ്കിൽ ആ ഇസീക്കലിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. എന്നാലും എങ്ങനെയാണ് അയാൾ ആ റൂഫിലൂടെ ഇഴഞ്ഞിഴഞ്ഞു വന്നത്? ഇതൊരുമാതിരി ചിലന്തികളെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ചിലന്തികളെ കുറിച്ച് അവർ പറയുമ്പോഴാണ് കാസിക്ക് പെട്ടെന്നൊരു കാര്യം കത്തുന്നത്. അതായത് അവളുടെ അമ്മയുടെ ആ റിസർച്ചിനെ കുറിച്ചിട്ട്. ഒരുപക്ഷെ അതെന്താണെന്ന് ശരിക്കും പഠിക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് അറിയാൻ സാധിക്കും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ തൽക്കാലം ഇവിടെ തന്നെ നിൽക്ക്, എങ്ങോട്ടും പോകരുത്, ഞാനൊരു 3 മണിക്കൂറിനകം തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് കാസി വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൾ നേരെ ചെല്ലുന്നത് അവളുടെ ഫ്ളാറ്റിലേക്കാണ്. അതിനുശേഷം അവളുടെ അമ്മയുടെ ആ റിസർച്ച് പേപ്പർ ഒക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. അതിൽ ആ ലാസ് അരാന്യാസിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിച്ചു നോക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇസീക്കൽ എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. ഇനി ഒരു പക്ഷേ തനിക്കും ആ കഴിവുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ അവിടെയുള്ള ആ ചുമരിലേക്ക് കയറി നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വെറും പരാജയമായിരുന്നു. അങ്ങനെ അവൾ വീണ്ടും ആ പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഈ ലാസ് അരാന്യാസിന്റെ ഒരു പ്രത്യേക കഴിവിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതായത് ആ ചിലന്തിയുടെ കടിയേറ്റ മനുഷ്യർക്ക് 6th സെൻസ് ഉണ്ടായിരിക്കും. അതായത് അവർക്ക് ഫ്യൂച്ചർ കാണാനുള്ള കഴിവുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടെ അതിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിച്ചു നോക്കുമ്പോൾ അവൾക്കും ആ പവറാണ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അങ്ങനെ വീണ്ടും ആ പുസ്തകം നോക്കുമ്പോഴാണ് അതിലൊരു ഫോട്ടോ അവൾ ശ്രദ്ധിക്കുന്നത്. അതിൽ അവളുടെ അമ്മയുടെ കൂടെ ആ ഇസീക്കലിനെയും കാണുന്നുണ്ട്. ആ ഫോട്ടോ നോക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അയാളും അമ്മയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. മാത്രമല്ല ആ ഫോട്ടോയുടെ മറുവശം നോക്കുമ്പോൾ അതിലൊരു അഡ്രസ്സും എഴുതി വെച്ചിട്ടുണ്ട്. 1973 പെറുവിലെ ആമസോൺ കാട്ടിൽ നിന്നാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് എന്നാണ്
എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്ന് വായിച്ചതിന് ശേഷം എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഇതേ സമയം തന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കാട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വേറെ അങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിലാണ് അവർ ശരിക്കൊന്ന് പരിചയപ്പെടുന്നത്. അവർ 3 പേരും അവരുടെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്നും ഈ 3 പേരുടെയും പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആണ്. മാത്രമല്ല അവരുടെ പാരന്റ്സ് ഒക്കെ പുതിയ ജീവിതത്തിലായതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾക്ക് അവർ തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാരന്റ്സിന് ഈ 3 പെൺകുട്ടികളെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർ 3 പേരും തനിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഈ പരിചയപ്പെടലിൽ അവർക്ക് പരസ്പരം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് ശരിക്കും വിശക്കുന്നത്. എന്തായാലും ക്യാസി വരാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് അവർ ആ റെസ്റ്റോറന്റിലേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ച് സമയം നടന്നു കഴിയുമ്പോൾ തന്നെ മെയിൻ റോഡിന്റെ അപ്പുറത്തായിട്ട് അവർ ആ റെസ്റ്റോറന്റ് കാണുന്നുണ്ട്. അങ്ങനെ അവർ വേഗം തന്നെ ആ റെസ്റ്റോറന്റിന്റെ അകത്ത് കയറി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പയ്യന്മാർ അപ്പുറത്തിരിക്കുന്നുണ്ട്. അവർ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ കൈയൊക്കെ പൊക്കി കാണിക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ മാറ്റിക്കാണെങ്കിൽ ആകെ ഇൻട്രസ്റ്റ് ആയി. നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി ഇരിക്കാം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ ആന്യ മാത്രം അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജൂലിയനെയും കൂട്ടിയിട്ടാണ് മാറ്റി ആ ആമ്പിള്ളേരുടെ അടുത്തേക്ക് പോകുന്നത്. അവരങ്ങോട്ട് നടന്നു പോകുമ്പോൾ കുറച്ച് അപ്പുറത്തെ സീറ്റിലായിട്ട് വേറൊരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. അയാൾ ഇപ്പോൾ ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അയാൾ നോക്കുമ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന അതേ പെൺകുട്ടികളാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കാര്യം പറയാണ്. അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇസീക്കലിന്റെ ഫ്ളാറ്റിൽ ഇരുന്നിട്ട് അമാരിയും കേൾക്കുന്നുണ്ട്. ഏത് റെസ്റ്റോറന്റിലാണ് ആ പെൺകുട്ടികൾ ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ അയാൾ വ്യക്തമായിട്ട് പോലീസുകാരോട് പറയുന്നുണ്ട്. ആ അഡ്രസ് എല്ലാം കേൾക്കുമ്പോൾ അമാരി ആണെങ്കിൽ വേഗം തന്നെ വിളിച്ചിട്ട് ഇസീക്കലിനോട് പറയാണ്. അത് കേട്ട ഉടനെ തന്നെ അയാൾ ആ റെസ്റ്റോറന്റിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ക്യാസി തിരിച്ച് ആ കാട്ടിലെത്തിയിട്ടുണ്ട്. അവൾ നോക്കുമ്പോൾ ആ കുട്ടികൾ അവിടെ കാണാനില്ല. അവിടുത്തെ പരിശോധനയിൽ അവർ നടന്നു പോയ വഴിയൊക്കെ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാസി ആ വഴി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ എത്തിച്ചേരുന്നത് ആ റെസ്റ്റോറന്റിന്റെ അടുത്താണ്. ക്യാസി നോക്കുമ്പോൾ ആ 3 പെൺകുട്ടികളും അതിനകത്തുനിന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവൾ വേഗം ആ റെസ്റ്റോറന്റിന്റെ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം ആദ്യം അവൾ ആ കുട്ടികളോട് ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ആ ഇസീക്കൽ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ അവിടെയുള്ള ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ആ പെൺകുട്ടികളെയാണ് അയാൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാസിയും അയാൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അയാളുടെ ആ പവറിന് മുന്നിൽ ക്യാസിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അയാൾ ഒരു കത്തി വെച്ചിട്ട് ക്യാസിയെ കുത്തുകയാണ്. ഇത്രയും കാര്യങ്ങൾ അവൾ കണ്ടൊരു വിഷനാണ്. അവൾ ഇപ്പോഴും ആ കാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇസീക്കൽ അങ്ങോട്ട് ഉടനെ തന്നെ എത്തും എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ വേഗം വണ്ടി എടുത്തിട്ട് ആ റെസ്റ്റോറന്റിലേക്ക് പുറപ്പെടുകയാണ്. കുറെ മുന്നിൽ എത്തിക്കഴിയുമ്പോഴാണ് അവളുടെ മുന്നിൽ ഒരു ട്രക്ക് വരുന്നത്. അവൾക്കാണെങ്കിൽ അതിന് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും കുട്ടികൾ ആ റെസ്റ്റോറന്റിൽ നിന്ന് ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഇസീക്കൽ അങ്ങോട്ട് കയറി വരുന്നത്. അയാളെ കാണുമ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ശരിക്കും പേടിയാവാൻ തുടങ്ങി. എന്നാൽ അയാൾ അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ക്യാസി അവളുടെ ആ വണ്ടി അങ്ങോട്ട് ഓടിച്ച് കയറ്റാണ്. അതോടൊപ്പം തന്നെ അയാളെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്യാസി പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടികളെല്ലാവരും ആ കാറിന്റെ അകത്തേക്ക് കയറ്റുന്നു. അതിനുശേഷം വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഇസീക്കൽ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വിഷം അവളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ സ്പ്രെഡ് ആവുന്നതിന് മുമ്പ് തന്നെ ക്യാസി ആ കൈ തട്ടി മാറ്റിയിട്ട് കാറ് പുറകിലേക്ക് എടുക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ അവിടെ നിന്ന് ഓടിച്ചു പോകുന്നു. ഇസീക്കൽ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴേക്കും അവരവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അയാളാണെങ്കിൽ വേഗം തന്നെ അമാരിയെ വിളിച്ചിട്ട് അവരെങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നു. ഈ സമയം അമാരിയെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവരുടെ കൂടെയുള്ള പെൺകുട്ടിയെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവളുടെ പേര് കസാൻഡ്ര വെബ് എന്നാണ്. കോൺസ്റ്റൻസ് വെബ് എന്ന് പറയുന്ന ഒരു ലേഡിയുടെ മകളാണ് ഇവൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അമാരിയെ പറയുന്നത്. കോൺസ്റ്റൻസ് വെബിന്റെ മകളാണെന്ന് കേൾക്കുമ്പോൾ ഇസീക്കലിനാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ക്യാസി അവരെയും കൊണ്ട് നേരെ ചെല്ലുന്നത് അവരുടെ ഫ്ളാറ്റിലേക്കാണ്. കുട്ടികളാണെങ്കിൽ ശരിക്കും പേടിച്ചിട്ടുണ്ട്. അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഈ ഒരു അവസരത്തിലാണ് അവർ ശരിക്കും തിരിച്ചറിയുന്നത്. ക്യാസി അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന കാര്യവും അവർക്ക് ഇപ്പോഴാണ് ശരിക്കും ബോധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെക്കുറിച്ചൊക്കെ ഈ ഒരു അവസരത്തിലാണ് അവർ 3 പേരും ക്യാസിയുടെ അടുത്ത് പറയുന്നത്. അതായത് അവർക്കിനി എങ്ങോട്ടും പോകാൻ കഴിയത്തില്ല, ആരും അവരെ സംരക്ഷിക്കാനില്ല, അതുകൊണ്ട് ക്യാസി തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. വളരെ വിഷമത്തോടെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അവരുടെ ആ സങ്കടമൊക്കെ കാണുമ്പോൾ ക്യാസി ആണെങ്കിൽ അവരെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവർ ഉറങ്ങിക്കഴിയുമ്പോൾ ക്യാസി വീണ്ടും ചെല്ലുന്ന ആ റെസ്റ്റോറന്റിലേക്ക് തന്നെയാണ്. അവൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഇസീക്കലും അവിടെ നിൽക്കുന്നുണ്ട്.
അയാളെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നത്, ആ കുട്ടികൾ ടീനേജ് പിള്ളേരല്ലേ എന്നൊക്കെയാണ് കാസി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവരിപ്പോ ടീനേജ് പിള്ളേരാണ്, എന്നാൽ ഫ്യൂച്ചറിൽ അങ്ങനെയല്ല, അവരെന്നെ കൊല്ലാൻ നിയോഗിക്കപ്പെട്ടവരാണ്, അത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് ഉടനെ തന്നെ അവരെ കൊന്നേ പറ്റൂ. പിന്നെ നീ കോൺസ്റ്റൻസ് വെബിന്റെ മകളാണ് എന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ആ കുട്ടികൾ എവിടെയാണുള്ളത് എന്ന കാര്യം പറഞ്ഞു തരുന്നതാണ് നിനക്ക് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ ഗതി തന്നെയായിരിക്കും നിനക്കും വരാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇസീക്കൽ അവളുടെ അടുത്ത് പറയുന്നത്. അവരുടെ ഈ സംസാരവും കാസിക്കുണ്ടായ ഒരു വിഷനാണ്. അയാൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് അവൾ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. കുട്ടികളെല്ലാം എഴുന്നേറ്റതിന് ശേഷം അവൾ ചില കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങി. അതായത് ആ ഇസീക്കൽ എങ്ങാനും നമ്മുടെ ദേഹത്ത് പിടിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വിഷം നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. എന്റെ ശരീരത്തിലേക്ക് കുറച്ചേ സ്പ്രെഡ് ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവുകയാണെങ്കിൽ ആ നിമിഷം നമ്മുടെ ഹാർട്ട് സ്റ്റോപ്പ് ആവും. ഇനിയുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഹാർട്ട് സ്റ്റോപ്പ് ആയി കഴിഞ്ഞ ഉടനെ നിങ്ങൾ CPR കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അവൾ ആ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. 3 പേരെയും CPR കൊടുക്കുന്നത് അവൾ മാറി മാറി പരിശീലിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ മറ്റൊരു കാര്യം പറയാൻ തുടങ്ങി. അതായത് അവളുടെ അമ്മ നടത്തിയ ആ സ്പൈഡർ റിസർച്ചിനെ കുറിച്ചിട്ടാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടില്ലേ, ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലം പെറുവിലെ ആമസോൺ കാടുകളാണ്. അവിടെ ലാസ് അരാന്യാസ് എന്ന പേരുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഒരു സ്പൈഡറിന്റെ വെനം കാരണം അവർക്ക് ചില പ്രത്യേക കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ഇസീക്കൽ എന്ന് പറയുന്ന ആളും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉടനെ തന്നെ പെറുവിലേക്ക് പോകണം, പക്ഷെ നിങ്ങളെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങളെ ഞാൻ സേഫ് ആക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെ അവൾ ഉടനെ തന്നെ ബെന്നിനെ വിളിക്കുകയാണ്. അതിനുശേഷം ആ 3 കുട്ടികളുടെയും പ്രൊട്ടക്ഷൻ ബെന്നിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അവൾ പെറുവിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൾ പെറുവിൽ ആ കാട്ടിലെത്തി. അവൾ അമ്മ അവസാനമായിട്ട് ചെന്നിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അവളും എത്തിയിരിക്കുന്നത്. അവൾ വേഗം തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് വേറൊരു മനുഷ്യൻ അങ്ങോട്ട് വരുന്നത്. ഇയാളാണ് ആ ലാസ് അരാന്യാസിന്റെ ലീഡർ. ഇയാളുടെ പേര് സാന്റിയാഗോ എന്നാണ്. അവളെ കണ്ടപ്പോൾ തന്നെ അവൾ ആരാണ് എന്ന കാര്യങ്ങളൊക്കെ സാന്റിയാഗോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ കാര്യങ്ങളൊക്കെ അവളോട് പറയാൻ തുടങ്ങി. എനിക്കറിയാമായിരുന്നു നീ എന്നെ തേടി വരും എന്നുള്ള കാര്യം. ഞാൻ നിന്റെ അമ്മയ്ക്ക് അന്നൊരു പ്രോമിസ് കൊടുത്താണ്, നീ എന്നെ തേടി വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന്. ആ ഇസീക്കലിന്റെ കാര്യം അന്വേഷിച്ചിട്ടല്ല നീ ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ ഒരുപാട് കാലം ഞങ്ങളെയും തേടി നടന്നതാണ്, എന്നിട്ടൊന്നും ഞങ്ങളെ കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് നിന്റെ അമ്മയെ അയാൾ ഒരു കരുവാക്കുമായിരുന്നു. അതിനുശേഷം നിന്റെ അമ്മയെയും ചതിച്ചിട്ട് അയാൾ ആ സ്പൈഡറിനെയും കൊണ്ടുപോയി. അതിനെ തുടർന്നിട്ട് ഒരു വലിയ ശാപമാണ് അയാളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അയാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓടി ഒളിക്കാനും ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവളെയും കൊണ്ട് ചെല്ലുന്നത് കാസി ജനിച്ച ആ സ്ഥലത്തേക്കാണ്. അതിനുശേഷം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിന്റെ പവറുകൾ എന്താണെന്ന് നീ തിരിച്ചറിയുന്നതിന് മുമ്പ് നീ ആരാണെന്നും എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നീ അറിയണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവക്കിട്ടൊരു തള്ളു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അവളുടെ ആത്മാവ് നേരെ തെറിച്ചിട്ട് ആ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. ആ വെള്ളത്തിലേക്ക് വന്ന് വീണ ഉടനെ തന്നെ അവളുടെ പാസ്റ്റ് ഒക്കെ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവളുടെ അമ്മ കാട്ടിലേക്ക് പോയതും അതിനെ തുടർന്നിട്ട് ആ ചിലന്തിയെ കണ്ടെത്തിയതും പിന്നീട് ഇസീക്കൽ അവളെ വെടിവെച്ചിട്ടതിന് ശേഷം ആ ചിലന്തിയും കൊണ്ട് പോകുന്നതും അതിനുശേഷം അവൾ ജനിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഈ ഒരു അവസരത്തിൽ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം അതിനു മുന്നേയുള്ള കാര്യങ്ങളാണ് അവൾ കാണുന്നത്. അതായത് അവളുടെ അമ്മ കാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കുഞ്ഞിന്റെ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. ആ ചെക്കപ്പിന് ശേഷം ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കുഞ്ഞിന് ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ട്, അത് ഭേദമാക്കാനുള്ള മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് ആ ഡോക്ടർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു മറുപടി എനിക്ക് കേൾക്കണ്ട, നിങ്ങൾക്കത് ക്യൂർ ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആമസോണിലുള്ള ഒരു സ്പൈഡറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അതിന്റെ വെനത്തിന് ഏത് അസുഖവും ഭേദമാക്കാൻ സാധിക്കും, അതുകൊണ്ട് ഞാൻ അതിനെ തേടി പോവാണ് എന്നൊക്കെയാണ് അവളുടെ അമ്മ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ നീ പോവരുത്, അത് നിനക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ ആ ഡോക്ടർ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ കോൺസ്റ്റൻസ് പറയുന്നത് എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോയേ പറ്റൂന്നാണ്. അവരുടെ ഈ സംസാരങ്ങളെല്ലാം കാസിക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഇത്രയും മോശമായ അവസ്ഥയിലും അവളുടെ അമ്മ എന്തിനാണ് കാട്ടിലേക്ക് പോയത് എന്ന കാര്യം അവൾ തിരിച്ചറിയുന്നത്. തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇത്രയും റിസ്ക് എടുത്തതെന്നൊക്കെ അറിയുമ്പോൾ അവൾക്ക് ശരിക്കും വിഷമമാണ് വരുന്നത്. ഈ സമയം മറ്റൊരു അത്ഭുതം കൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് കാസിക്കിപ്പോ അവളുടെ അമ്മയോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തത് തന്നെയായിരുന്നു ശരി, ആ സ്പൈഡറിന്റെ വെനം കാരണം എന്റെ അസുഖങ്ങളെല്ലാം മാറി, ഞാനിപ്പോ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നൊക്കെയാണ് അവൾ ഇപ്പോൾ അവളുടെ അമ്മയോട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അവളുടെ അമ്മ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത്രയും കാഴ്ചകൾ കണ്ടതിന് ശേഷം അവളുടെ ആത്മാവ് അവളുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. സാന്റിയാഗോ ആണെങ്കിൽ അവളുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അയാളെ കാണുമ്പോൾ ഓക്കെ ഞാൻ
സമ്മതിച്ചു, എന്റെ പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതുകൊണ്ടൊക്കെ എന്താണ് കാര്യം? ആ ഇസീക്കലിനെ എങ്ങനെ എനിക്ക് നേരിടാൻ സാധിക്കും? അയാള് കാരണം ആ 3 പെൺകുട്ടികളും മരിക്കാൻ പോവാണ്. അയാൾക്ക് ഇത്രയും പവറുകൾ ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് അയാളെ തടയുന്നത് എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ ഒരു കാര്യം ശരിയാണ്, അയാളെ പോലെ ചുമരിലേക്ക് കയറാനും അയാളെ പോലെ സൂപ്പർ സ്പീഡിൽ പോകാനുള്ള പവർ ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നിനക്ക് കിട്ടിയിരിക്കുന്ന പവർ നിന്റെ മൈൻഡിലാണ്. അത് വെച്ചിട്ട് നിനക്ക് നിന്റെ ഫ്യൂച്ചർ കാണാൻ പറ്റും. നിന്റെ പവറിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും നീ മനസ്സിലാക്കുന്ന ആ നിമിഷം ഒരേ സമയം എത്ര സ്ഥലത്തു നിന്ന് വേണമെങ്കിലും വെബുകൾ ഉപയോഗിക്കാൻ നിനക്ക് സാധിക്കും. അങ്ങനെ ആരുടെ ഫ്യൂച്ചറും നിനക്ക് മാറ്റാനും സാധിക്കും. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുത്ത് കഴിയുമ്പോൾ വളരെ ശ്രേഷ്ഠമായ കഴിവുകൾ നിന്നിലേക്ക് വരും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? വെൻ യു ടേക്ക് ദോസ് റെസ്പോൺസിബിലിറ്റീസ് ദ ഗ്രേറ്റ് പവർ വിൽ കം. ഈ ഡയലോഗ് വേറെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമന്റ് ചെയ്യണേ. അയാൾ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരുമ്പോൾ എന്തോ ആലോചിച്ചുകൊണ്ട് അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഇസീക്കൽ ഇപ്പോൾ അയാളുടെ ആ ഫ്ലാറ്റിലിരിക്കുകയാണ്. അവർ ഒരാഴ്ചയായിട്ട് ആ കുട്ടികളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും അവരെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസീക്കൽ ആണെങ്കിൽ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ സമയം തന്നെ കുട്ടികളാണെങ്കിൽ ബെന്നിന്റെ വീട്ടിലാണ്. അവരവിടെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ബെന്നിന്റെ സിസ്റ്റർ ഉണ്ടല്ലോ മേരി, അവൾക്ക് ഡെലിവറി പെയിൻ വരാൻ തുടങ്ങി. അവർ ഉടനെ തന്നെ ആംബുലൻസിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. പക്ഷെ ആംബുലൻസ് ഒക്കെ അങ്ങോട്ട് വരാൻ കുറെ സമയമെടുക്കും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് ബെന്നിന്റെ കാറിൽ കയറ്റി അവളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവർ പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ ട്രാഫിക് ക്യാമറയിൽ അമാരിക്ക് മാറ്റിയെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൾ ഇസീക്കലിന്റെ അടുത്ത് കാര്യം പറയുന്നു. അയാളാണെങ്കിൽ ഏത് റൂട്ടിനാണ് അവർ പോകുന്നതെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് ക്യാസി അങ്ങോട്ട് വരുന്നത്. അവൾ നേരെ ചെല്ലുന്നത് ബെന്നിന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോ തന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇസീക്കൽ ആ കുട്ടികൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു വിഷൻ കൂടെ അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് നേരത്തെ ബെൻ വിളിച്ചറിയിച്ചതിനെ തുറന്നിട്ട് ആംബുലൻസ് അങ്ങോട്ട് വന്നിരിക്കുന്ന അവള് കാണുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ആ ആംബുലൻസിൽ കയറി അവിടെ നിന്ന് ഓടിച്ചു പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ബെൻ ആണെങ്കിൽ ഒരു ട്രാഫിക് ജാമിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ട്രാഫിക് ജാം കാണുമ്പോൾ അത് ആരോ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതിനിടയിലാണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അവർ നിൽക്കുന്നതിന്റെ മുകൾ ഭാഗത്തായിട്ട് ആ ഇസീക്കൽ നിൽക്കുന്നുണ്ട്. അയാൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചാടാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ അയാൾ ചാടുന്നതിന് മുമ്പ് തന്നെ ക്യാസി ആണെങ്കിൽ അവിടെയുള്ള ഒരു പാലം വഴി മുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. അവൾ വേഗം തന്നെ അവിടെയുള്ള ഒരു സൈൻ ബോർഡ് ഇടിച്ച് തകർത്തിട്ട് താഴേക്ക് ചാടുകയാണ്. അതോടൊപ്പം തന്നെ ഇസീക്കലിനെ അവൾ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മേരിയുടെ കാര്യം ബെന്നിനെ ഏൽപ്പിച്ച് ക്യാസി വേഗം കുട്ടികളെയും കൊണ്ട് ആംബുലൻസിൽ കയറ്റുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഇസീക്കൽ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ക്യാസി ആ ആംബുലൻസ് ഓടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. അവൾ ഈ പോകുന്ന വഴിക്കൊക്കെ അവൾക്ക് ഓരോരോ വിഷൻ വരുന്നുണ്ട്. അവിടെയുള്ള പടക്കങ്ങൾ നിർമ്മിക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് അവർ പോകുന്നത് എന്നൊക്കെയാണ് അവൾ കാണുന്നത്. അങ്ങനെ അവൾ വേഗം തന്നെ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവളുടെ ആ ആംബുലൻസ് ബ്രേക്ക് ഡൗൺ ആവുന്നത്. അവൾ എത്ര ശ്രമിച്ചിട്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സമയം വീണ്ടും ഒരു വിഷൻ കൂടെ അവൾക്ക് വരികയാണ്. അതായത് അവർ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി അവിടെയുള്ള മുഴുവൻ പടക്കങ്ങൾക്കും തീ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസീക്കലിനെ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ പിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവനെയും കബളിപ്പിച്ചിട്ട് ഒരു ഹെലികോപ്റ്ററിൽ കയറി പോകുന്നതായിട്ടാണ് അവൾ ആ വിഷനിൽ കാണുന്നത്. അതെല്ലാം കണ്ട ഉടനെ തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അവൾ വേഗം തന്നെ അവളുടെ വയർലെസ് വഴി ഒരു ഹെലികോപ്റ്ററിൽ ആളുകളെ വിളിച്ചിട്ട് വേഗം തന്നെ അവിടെയുള്ള ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വരാൻ പറയാണ്. അതിനുശേഷം ആ ആംബുലൻസിൽ നിന്നും കുറെ ഫ്ലെയറുകൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളെയും കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുന്നു. അങ്ങനെ അതിന്റെ അകത്തെത്തി കഴിയുമ്പോൾ ക്യാസി അവളുടെ പ്ലാൻ ആ കുട്ടികളോട് പറയാൻ തുടങ്ങി. ഉടനെ തന്നെ ആ ഇസീക്കൽ നമ്മളെയും തേടി വരും. അവനെ സ്ലോ ആക്കാൻ വേണ്ടി ഇവിടെയുള്ള മുഴുവൻ പടക്കങ്ങൾക്കും നിങ്ങൾ തീ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ആ ഫ്ലെയറുകളൊക്കെ അവൾ ആ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ആ 3 പെൺകുട്ടികളും ആ ഫ്ലെയർ കത്തിച്ചിട്ട് ആ പടക്കങ്ങൾക്കൊക്കെ തീ കൊടുക്കാൻ തുടങ്ങി. അതെല്ലാം പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇസീക്കൽ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഫോളോ ചെയ്യാൻ ഇസീക്കലിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ അവർ പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എത്തുന്നു. അതിനിടയിൽ ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ഇസീക്കൽ അങ്ങോട്ട് വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് ഒരു പടക്കം തെറിച്ച് നേരെ ഇസീക്കലിന്റെ അടുത്തേക്ക് വരുന്നത്. അയാളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ദിശ മാറ്റി നേരെ ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്കാണ് വിടുന്നത്. അതോടൊപ്പം തന്നെ ആ ഹെലികോപ്റ്റർ തകർന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ അവസാനത്തെ പ്രതീക്ഷയും തകർന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഇസീക്കൽ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ക്യാസി അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ക്യാസി അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ 3 കുട്ടികളും അവളെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇസീക്കൽ ആണെങ്കിൽ ആ 3 പെൺകുട്ടികളെ ഇടിച്ച് തെറിപ്പിച്ച് കളയാണ്. അങ്ങനെ അവർ 3 പേരും ഇപ്പോൾ അവിടെ താഴേക്ക് വീഴാന്നുള്ള രീതിയിൽ തൂങ്ങി നിൽക്കുകയാണ്. എന്ത് കാണിച്ചിട്ടും അവർക്ക് മുകളിലേക്ക് കയറി വരാൻ സാധിക്കുന്നില്ല. ഇനി
ഇനിയിപ്പോൾ അവരെ രക്ഷിക്കണമെങ്കിൽ അത് കാസിയെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ സമയത്താണ് ആ സാന്റിയാഗോ പറഞ്ഞ കാര്യം അവൾ ഓർക്കുന്നത്. നീ നിന്റെ പവറിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വെബ് പ്രയോഗിക്കാൻ നിനക്ക് സാധിക്കും. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കുമ്പോൾ ശ്രേഷ്ഠമായ കഴിവുകൾ നിന്നിലേക്ക് വരും. അയാൾ പറഞ്ഞ ഈ കാര്യങ്ങളാണ് അവൾ ഓർക്കുന്നത്. അങ്ങനെ അവൾ അവളുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും ആ 3 കുട്ടികളുടെയും നേർക്ക് വെബ് കടന്നു പോകുന്നുണ്ട്. അത് വെച്ചിട്ട് അവൾ ആ 3 കുട്ടികളെയും രക്ഷിക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് ഇസീക്കിൽ എഴുന്നേറ്റ് ചെന്നിട്ട് അവൾക്കിട്ടൊരു ഇടി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവൾ പുറകിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ സമയം അവൾക്ക് മറ്റൊരു വിഷം കൂടെ വരുന്നുണ്ട്. അവൾ ഇരിക്കുന്നതിന്റെ മുകൾ ഭാഗത്തായി ആ ബിൽഡിങ്ങിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബോർഡാണ്. അത് അയാളുടെ ദേഹത്തേക്ക് തകർന്നു വീഴുന്നതായിട്ടാണ് അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വേഗം മുകളിലേക്ക് കയറി ആ ബോർഡിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഈ സമയം ഇസീക്കിലും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളുടെ തൊട്ടടുത്തെത്തുമ്പോൾ അതിന്റെ മുകളിൽ നിന്നും വലിയ കമ്പികൾ അയാളുടെ ശരീരത്തിലേക്ക് വന്നു വീഴുന്നു. അയാൾക്കാണെങ്കിൽ അനങ്ങാൻ സാധിക്കുന്നില്ല. ഈ സമയം കാസി അയാളോട് സംസാരിക്കാൻ തുടങ്ങി. നീ ഇത്രയും കാലം നിന്റെ ഫ്യൂച്ചർ തേടി നടക്കുകയായിരുന്നില്ലേ? പക്ഷെ നീ വിചാരിച്ച പോലെ ആ പെൺകുട്ടികളായിരുന്നില്ല നിന്റെ ഫ്യൂച്ചർ. ഞാനായിരുന്നു നിന്റെ ഫ്യൂച്ചർ. അത് നീ മനസ്സിലാക്കിയില്ല എന്നാണ് കാസി പറയുന്നത്. അവൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു പടക്കം വന്നിട്ട് ആ ബോർഡിൽ ഇടിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ബോർഡ് പൊളിഞ്ഞിട്ട് അയാളുടെ ദേഹത്തേക്കാണ് വീഴുന്നത്. അങ്ങനെ അവിടെ മൊത്തം പൊളിഞ്ഞ് അയാൾ നേരെ താഴേക്ക് വീഴുന്നു. ഈ സമയം ആ ബോർഡിലുള്ള മറ്റൊരു വലിയ ലെറ്ററും കൂടെ നേരെ അയാളുടെ തലയ്ക്കാണ് ചെന്ന് വീഴുന്നത്. അതോടൊപ്പം തന്നെ അയാൾ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും ആ ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ കാസിയും നേരെ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. അങ്ങനെ ആ വെള്ളത്തിൽ താഴ്ന്നു പോകുമ്പോഴാണ് മറ്റൊരു പടക്കം വന്നിട്ട് അവളുടെ കണ്ണിനിട്ടിടിക്കുന്നത്. അതോടൊപ്പം തന്നെ അവളുടെ ബോധം പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ വെള്ളത്തിലേക്കാണ് വീണതെന്ന് മനസ്സിലാക്കുമ്പോൾ മാറ്റി നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അതിനുശേഷം അവളെയും പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടിരുന്നു. അവർ നോക്കുമ്പോൾ അവൾക്കിപ്പോ ബോധമില്ല. ഈ സമയത്താണ് കാസി പറഞ്ഞ ആ CPRന്റെ കാര്യം അവർ ഓർക്കുന്നത്. അവർ 3 പേരും മാറി മാറി അവൾക്ക് CPR കൊടുക്കാൻ തുടങ്ങി. കുറച്ചു സമയം CPR കൊടുത്തു കഴിയുമ്പോൾ അവൾക്ക് ബോധം വരികയും ചെയ്യുന്നു. പക്ഷെ ബോധം വന്നെങ്കിലും ആ പടക്കം വന്ന് ഇടിച്ചത് കാരണം അവളുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ അവർ കാസിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഒരു റൂമിൽ ബെന്നിന്റെ സഹോദരിയായ മേരിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവൾക്കൊരു ആൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത്. മറ്റേ റൂമിൽ കാസി ആണെങ്കിൽ ഇപ്പോൾ റെസ്റ്റിലാണ്. കുട്ടികളാണെങ്കിൽ അവരുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. മേരിക്ക് കുട്ടിയുണ്ടായ കാര്യങ്ങളൊക്കെ ഈ ഒരു അവസരത്തിൽ അവർ കാസിയുടെ അടുത്ത് പറയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് എല്ലാവരും കാസിയുടെ ഫ്ളാറ്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂലിയ കാസിയുടെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് നിനക്കിപ്പോ ഞങ്ങളുടെ ഫ്യൂച്ചർ കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതൊക്കെ എനിക്ക് എപ്പോഴേ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ആരായി തീരാൻ പോവാണെന്നുള്ള കാര്യം മനസ്സിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല എന്നൊരു മറുപടി മാത്രമാണ് അവൾ പറയുന്നത്. ആ കുട്ടികൾ ആരായി തീരും എന്ന കാര്യം ഇപ്പൊ തൽക്കാലം കാസിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അവൾക്കിപ്പോൾ ഉള്ളത്. കണ്ണില്ലെങ്കിലും അവളുടെ അകക്കണ്ണ് വെച്ചിട്ടായിരിക്കും ഇനി ആ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി അവളെ ഏറ്റെടുക്കാൻ പോകുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 250 കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.